ഗൈസ് വെൽക്കം ബാക്ക് കുഞ്ഞസ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോയാണ്. സാമ്പാറും പുട്ടും മണിക്കുട്ടന് ഇഡ്ഡലി നേരമൊക്കെ ഇഡ്ഡലി സാമ്പാറും ഇതിലേതിലാ ഏറ്റവും നല്ല ടേസ്റ്റ് അതായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്. സോറി രജിക്ക് പുട്ടും സാമ്പാറും. മുരിങ്ങാക്കോലൊക്കെ ഇതായിപ്പോയി. അതെ, ഇഡ്ഡലി മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ, അപ്പോൾ തികയത്തില്ല. അതുകൊണ്ട് കഴിക്കേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കി. ഇത് വന്നിട്ട് അരി പിന്നെ ചോളപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ വന്നിട്ട് തേങ്ങ ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് പുട്ടുണ്ടാക്കുക. ഞാൻ ലെയറായിട്ട് ഇടത്തില്ല. അപ്പോൾ കഴിച്ചു നോക്ക്. സാമ്പാർ കഴിക്കേ. അങ്ങനെയല്ല, കഴിക്കാതെ എങ്ങനെയാണ് പറയുക? അങ്ങനെയൊന്നും കാണിക്കല്ലേ. എങ്ങനെ അതെ, ഒരു കഷ്ണം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ സാമ്പാറിൽ കുഴയ്ക്കുക, എന്നിട്ട് ഈ പീസ് ഇങ്ങനെ കുഴയ്ക്കുക. നല്ല ചൂടാ. ഓക്കെ, ഇങ്ങനെ എന്നിട്ട് ഇതേ ഇങ്ങനെ. ഓക്കെ, എന്നാൽ സ്വന്തം കഴി. എങ്ങനെയുണ്ട് സാമ്പാറും ഇഡ്ഡലിയും? നിന്റെ കയ്യിലൊക്കെ ആയി. സ്വന്തം തിന്നണം. ഇവരുണ്ടല്ലോ സ്വന്തം കഴിക്കാൻ ഇവർക്ക് മടിയാ. നേരെ കൂട്ടി കുഴച്ച് കഴിച്ചേ. അതല്ലേ, ഇതാ മുരിങ്ങാക്കോല്. പുട്ടും സാമ്പാറും സൂപ്പർ കേട്ടോ. എനിക്ക് ഇഡ്ഡലി വലിയ ഇഷ്ടമല്ല. ഇഡ്ഡലി ദോശയൊക്കെ പുളി ആയതുകൊണ്ടേ വേണ്ട. ഓക്കെ, ശരിയാ. മുരിങ്ങാക്കോലൊന്നുമില്ല അല്ലേ. ഏറ്റവും നല്ല സാധനമാണ് മുരിങ്ങാക്കോൽ. ഈ ചോളത്തിന്റെ പുട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മണിച്ചോളല്ല, ഇത് സാധാ ചോളം. അതിന്റെ പൊടി ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് പൊടി. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ പുട്ടുപൊടിയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും കഴിക്കാം. എല്ലാവരോടും ബായ് പറ. എന്താ പറയണ്ടേന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.